ഈശ്വരൻ ശ്രീകൃഷ്ണൻ എന്നിപ്പേരോതി അങ്ങേ വാഴ്ത്തുന്നു മാനുഷർ എല്ലാം ഭവാൻ ഒരാളെന്ന് ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിടാം. പ്രവാചകൻ പറഞ്ഞ തത്വം തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞാൽ എന്താ? ആരാധ്യനായി ഏകമായ ഒരു ദൈവമേ ഉള്ളൂ, അത് പടച്ച തമ്പുരാനാണ്. ശരിയല്ലേ? അതന്നെയല്ലേ ഇതിന്റെ അർത്ഥം. ശ്രീബുദ്ധനെന്നോ കൃഷ്ണനെന്നോ എങ്ങനെ വിളിച്ചോളി, ഏത് പേര് വിളിച്ചാലും ആകെ എത്ര ദൈവമുണ്ട്? ഒള്ളി വൺ അല്ലേ? ഉലകിനു വേറൊരു സത്തയില്ല, അതുണ്ടെന്നുലകരുരപ്പത് സർവഭൂഗഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഈ ഉലകിന് വേറൊരു സത്തയില്ല. നമ്മുടെ ഉദ്ഘാടകനായ മാഷ് പറഞ്ഞതുപോലെ പടച്ച തമ്പുരാൻ അഥവാ ഈശ്വരൻ ആദി മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് സൃഷ്ടിച്ച പരമ്പരയാണ് മനുഷ്യരെന്ന് പറയുന്നു. അത് ഹിന്ദു വിശ്വാസപ്രകാരവും പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം അഥവാ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറഞ്ഞ ഒറ്റ ദൈവമേ ഉള്ളൂന്ന. ഏകം സത് വിപ്രാം ബഹുദാവദന്തി. സത്യം അഥവാ സത്ത് ഒന്നേ ഉള്ളൂ, അതിന്റെ അതാണ്. അപ്പൊ സത്യത്തിൽ ദൈവത്തിലുണ്ട് ഒന്നേ ഉള്ളൂ. ആയിരിക്കുന്ന സഹോദരൻ പ്രാർത്ഥിക്കുന്നത്, സഹോദരി അല്ലെങ്കിൽ സഹോദരൻ കൂട്ടുകാർ പ്രാർത്ഥിക്കും കേട്ടിട്ടുണ്ട്. സർവശക്തനും സർവ്വവ്യാപിയുമായ ദൈവം. ശരിയല്ലേ? ഓംനി പെട്ടന്റ് ആൻഡ് ഓംനി പ്രസന്റ്. സർവശക്തനും സർവ്വവ്യാപിയും പറഞ്ഞ എല്ലായിടത്തും ഉണ്ടെന്നല്ലേ? എല്ലാവരുടെ ഉള്ളിലും വസിക്കുന്ന ചൈതന്യം അഥവാ ഈശ്വരൻ അഥവാ ആത്മാവ് ഒന്നല്ലേ?